എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റും PSC എക്സാംസ്, JEE എക്സാം തുടങ്ങി പല എക്സാമുകൾക്കും ഈക്വൽ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ സബ്ജക്റ്റ് ഇസ് സർവേയിങ്. ആദ്യം നമുക്ക് സർവേയിങ് എന്താണെന്ന് നോക്കാം. സർവേയിങ് ഈസ് ദ ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്സ്. പോയിന്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻ, അവരുടെ പൊസിഷൻ എവിടെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ആർട്ടിനെ പറയുന്ന പേരാണ് സർവേയിങ്. സർവേയിങ് ഈസ് ദ ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് പല എക്സാമുകൾക്കും, PSC എക്സാമുകൾക്കായാലും SSC എക്സാമുകൾക്കായാലും പല എക്സാമുകൾക്കും ഒരേപോലെ ചോദിച്ചിട്ടുള്ള ഒരു സെയിം സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സർവേയിങ് ഈസ് ദ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്. ഇതേ സെൻറ്റൻസ് ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറഞ്ഞ ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഓൺ ദ സർഫസ്, ഓർ ഇറ്റ് ക്യാൻ ബി ബിലോ ദ സർഫസ്, ഓർ ഇറ്റ് ക്യാൻ ബി എബോവ് ദ സർഫസ്. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിന് പുറത്തായിരിക്കാം, ഓൺ ദ സർഫസ്, ഓർ ഇറ്റ് ക്യാൻ ബി ബിലോ ദ സർഫസ്, സർഫസിന് താഴെ ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി എബോവ് ദ സർഫസ്. ഓൺ ദ സർഫസ്, ബിലോ ദ സർഫസ്, ഓർ ഇറ്റ് ക്യാൻ ബി എബോവ് ദ സർഫസ്. എവിടെ വേണമെങ്കിലും ഈ പോയിന്റ്സ് ആകാം. ആൻഡ് ദ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്സ് ഇസ് നോൺ ആസ് സർവേ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടേമാണ് ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ്. എന്താണ് സർവേ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്, അതിൻ്റെ യൂസ് എന്താണ്? ദ ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് ഇസ് ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ്. പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് സർവേയിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമുകൾക്ക് പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ്? പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ്. അപ്പോൾ നമുക്ക് ആദ്യം പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് എന്താണെന്ന് നോക്കാം. ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് എന്താണെന്ന് നോക്കാം. പ്ലാൻ എന്ന് പറയുന്നത് ടു റെപ്രസെൻറ്റ് എ സ്മോൾ ഏരിയ ടു ലാർജ് സ്കെയിൽ. നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്മോൾ ഏരിയ ആയിരിക്കാം, പക്ഷെ അത് ലാർജ് സ്കെയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റെപ്രസെൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ തിരിച്ച് പറയുമ്പോൾ അത് മാപ്പ് ആയിരിക്കാം. മാപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഒരു ലാർജ് സ്കെയിലുണ്ട്, ഒരു ലാർജ് ഏരിയ ഉണ്ട്. ആ ലാർജ് ഏരിയയെ ഒരു സ്മോൾ സ്കെയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ മാപ്പ് എന്ന് പറയാം. പ്ലാൻ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കാം, ഒരു ഹൗസിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്മോൾ ഏരിയ ആയിരിക്കാം നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ആ ഒരു സ്മോൾ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലാർജ് സ്കെയിലായിട്ട് കാണിക്കുന്നുണ്ട്. അതിനെ പ്ലാൻ എന്ന് പറയാം. അതേസമയം മാപ്പ് ആണെങ്കിലോ, അതിൻ്റെ എക്സാമ്പിളാണ് വേൾഡ് മാപ്പ്, നമ്മുടെ കൺട്രി മാപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ മാപ്പ്. ഏത് മാപ്പ് ആയാലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത് ഒരു ലാർജ് ഏരിയ ആണ്. ആ ലാർജ് ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്മോൾ സ്കെയിലായി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്ലാൻ ആൻഡ് മാപ്പിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം അല്ലെങ്കിൽ ഒരു പോർഷനാണ് ഷേപ്പ് ഓഫ് ദി എർത്ത്. നമ്മൾ ഇത് സർവേയിങ്ങിൻ്റെ പല കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ എർത്തിൻ്റെ ഷേപ്പ് എന്താണ് എന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷേപ്പ് ഓഫ് ദി എർത്ത് പല എക്സാമ്പിൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത്? എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ്. ഒബ്ലേറ്റ് സ്ഫിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് എന്ന് പറയുന്നതാണ് എർത്തിൻ്റെ ഷേപ്പിന് പറയുന്ന പേര്. നമുക്ക് ഈ ഒരു ഷേപ്പിനെയാണ് പറഞ്ഞത് ഒബ്ലേറ്റ് സ്ഫിറോയിഡ്. അതായത് ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്നതാണ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ്. അതായത് രണ്ട് പോർഷൻ ബൾജ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കാം. സോ പോൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈൻ, ദിസ് ഈസ് നോൺ ആസ് പോളാർ ആക്സിസ്. രണ്ട് പോൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ് പോളാർ ആക്സിസ്. ആൻഡ് ഇക്വേറ്റേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനിനെ പറയുന്ന പേരാണ് ഇക്വേറ്റോറിയൽ ആക്സിസ്. സോ ദിസ് ഈസ് ദ പോളാർ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ ഇക്വേറ്റോറിയൽ ആക്സിസ്. ഇവിടെ പോളാർ ആക്സിസിൻ്റെ ഡയമീറ്ററും ഇക്വേറ്റോറിയൽ ആക്സിസിൻ്റെ ഡയമീറ്റേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതും പല എക്സാമ്പിൾക്കും ചോദിച്ചിട്ടുള്ളതാണ്, വാല്യൂസ് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളതാണ്. സോ പോളാർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 12,714 കിലോമീറ്റേഴ്സ്. 12,714 കിലോമീറ്റേഴ്സ്. ദിസ് ഈസ് ദ ഇക്വേറ്റോറിയൽ ആക്സിസ് ആൻഡ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 12,756 കിലോമീറ്റേഴ്സ്. 12,756 കിലോമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ്? ഇവിടെ ഞാൻ
ഇക്വേറ്റോറിയൽ ആക്സിസിനെ ഇ എന്നും പോളാർ ആക്സിസിനെ പി എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഇക്വേറ്റോറിയൽ ഡയമീറ്റർ എത്രയായിരുന്നു? 12,756 കിലോമീറ്റേഴ്സും പോളാർ ആക്സിസിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 12,714 കിലോമീറ്റേഴ്സും ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇക്വേറ്റോറിയൽ ആക്സിസിനാണ് പോളാർ ആക്സിസിനേക്കാളും എന്ത് കൂടുതൽ? ലെങ്ത് കൂടുതൽ. This is equatorial axis has larger length than polar axis. Polar axisനേക്കാളും ലെങ്ത് കൂടുതലാണ് ഇക്വേറ്റോറിയൽ ആക്സിസിന്. ഇനി ഇവർ തമ്മിൽ ലെങ്തിന് ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ലെങ്തിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും? The difference in length between polar axis and equatorial axis is 42.95 kilometers. 42.95 kilometers ആണ് പോളാർ ആക്സിസും ഇക്വേറ്റോറിയൽ ആക്സിസും തമ്മിലുള്ള ലെങ്തുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോയിന്റിനെ പെർസെൻറ്റേജിന്റെ കണക്കിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് എത്രയായിരിക്കും? 0.34%. അതായത് നമുക്ക് എന്ത് പറയാം? ഇക്വേറ്റോറിയൽ ആക്സിസ് പോളാർ ആക്സിസിനേക്കാളും 0.34% കൂടുതലാണ്. 0.34% ഹയർ ദാൻ പോളാർ ആക്സിസ്. നമ്മൾ ഇക്വേറ്റോറിയൽ ആക്സിസിൻ്റെയും പോളാർ ആക്സിസിൻ്റെയും ഡയമീറ്റേഴ്സിൻ്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു. അതിന് നമുക്ക് ഒരു ആവറേജ് ഡയമീറ്റർ ആയിട്ട് എത്രയെന്ന് പറയാം? ഇറ്റ് ഈസ് 12,742 കിലോമീറ്റേഴ്സ്. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ആവറേജ് ഡയമീറ്റർ ഓഫ് എർത്ത് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇറ്റ് ഈസ് 12,742 കിലോമീറ്റേഴ്സ്. സോ എർത്തിൻ്റെ ഷേപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് എന്ന് പറയുന്നത്. രണ്ട് ആക്സിസിൻ്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു. അവരുടെ ഡിഫറൻസ് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 42.95 കിലോമീറ്റേഴ്സ്. അത് പെർസെൻറ്റേജ് കണക്കിൽ പറയുകയാണെങ്കിൽ 0.34%. ഇക്വേറ്റോറിയൽ ആക്സിസിനാണ് പോളാർ ആക്സിസിനേക്കാളും ലെങ്ത് കൂടുതൽ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഏരിയയാണ് പ്രിൻസിപ്പിൾ ഓഫ് സർവേ. സർവേയുടെ പ്രിൻസിപ്പിൾ എന്താണ്? പല എക്സാമുകൾക്കും പോയിന്റ്സ് ആയിട്ടും പല രീതികൾ ചോദിച്ചിട്ടുള്ള ഒരു മെയിൻ ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. സർവേയുടെ പ്രിൻസിപ്പിൾ എന്താണ്? സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 റെഫറൻസസ്. 2 റെഫറൻസ് പോയിന്റ്സ് ഉണ്ടാവും. 2 റെഫറൻസ് ഉണ്ടാവും. ആ റെഫറൻസിന്റെ ബേസിസിൽ ഒരു പുതിയൊരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുക. ദിസ് ഈസ് a important point regarding principle of survey. And the second point is working from whole to part. നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ ഹോൾ ടു പാർട്ട് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഏരിയ ഇതാണെങ്കിൽ ദ സർവേ സ്റ്റാർട്ട്സ് ഫ്രം ദിസ് ഔട്ടർ ഏരിയ. എന്നിട്ട് ഈ സർവേ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നത് ഉള്ളിലേക്കാണ് കണ്ടക്ട് ചെയ്ത് വരുന്നത്. പാർട്ടായിട്ട് കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. അതായത് വലിയ ഏരിയയിൽ നിന്ന് സർവേ കണ്ടക്ട് ചെയ്ത് ഉള്ളിലേക്ക് വരുന്നു. വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. ഇനി എന്തിനാണ് സർവേ ഈ രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നത്? അതിനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രിവെന്റ് അക്യൂമുലേഷൻ ഓഫ് എറർ കൂടാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ടു ലോക്കലൈസ് മൈനർ എറർ. ചെറിയ എറേഴ്സ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യും? ദിസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പാർട്ട് ഹോൾ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഒരു ഏരിയയുടെ ഉള്ളിൽ നിന്ന് സർവേ കണ്ടക്ട് ചെയ്ത് പുറത്തേക്ക് സർവേ നടത്തി പോയാൽ എന്ത് പറ്റും? ഒരു ചെറിയ എറർ ഉണ്ടായാൽ അത് വലുതായി വരും. സോ സർവേ കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അക്യൂമുലേഷൻ ഓഫ് എറർ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കും. അതേസമയം വലിയൊരു ഏരിയയിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്കാണ് സർവേ ചെയ്ത് വരുന്നതെങ്കിൽ അവിടെ പോയിന്റ്സ് എന്താണ്? കുറഞ്ഞു വരികയാണ്. ആ ഒരു കണ്ടീഷനിൽ അക്യൂമുലേഷൻ ഓഫ് എറർ എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. These are the principles of survey. അതിൽ ഈ ഒരു പോയിന്റ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർവേ എന്ന പോർഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലെയിൻ സർവേ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ജിയോഡറ്റിക് സർവേ. പ്ലെയിൻ സർവേ ആൻഡ് ജിയോഡറ്റിക് സർവേ. ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, പ്ലെയിൻ സർവേയിൽ ഷേപ്പ് ഓഫ് ദ എർത്ത് ഈസ് കൺസിഡേർഡ് ടു ബി സ്ട്രെയിറ്റ്, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇസ് നോട്ട് കൺസിഡേർഡ്. നമ്മൾ എർത്തിൻ്റെ ഷേപ്പിന് എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനൊരു ഷേപ്പിൻ്റെ കൺസിഡറേഷൻ പ്ലെയിൻ സർവേയിൽ നമ്മൾ നടത്തുന്നില്ല. അതേസമയം ജിയോഡറ്റിക് സർവേ ആണെങ്കിലോ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇസ് കൺസിഡേർഡ്. എർത്തിൻ്റെ ഷേപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒബ്ലേറ്റ് സ്ഫിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജിയോഡറ്റിക് സർവേയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലെയിൻ സർവേയിങ്ങിന്റെ കേസിൽ ലെവൽ ലൈൻസ് ആർ സ്ട്രെയിറ്റ് ലൈൻസ്. അതായത് നമ്മൾ ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ അത് എപ്പോഴും ഏത് രീതിയിലായിരിക്കും? ഇറ്റ്സ് ഓൾവേസ് കൺസിഡർ ടു ബി സ്ട്രെയിറ്റ് ലൈൻസ്.
because the shape of the earth is not considered. അതേസമയം ജിയോഡറ്റിക് സർവേ ആണെങ്കിലോ അവിടെ ലെവൽ ലൈൻസ് ആർ കർവ്ഡ് ഷേപ്പിലായിരിക്കും ലെവൽ ലൈൻസ് ബിക്കോസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇസ് കൺസിഡേർഡ്. ഷേപ്പ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒരു ഒബ്ലേറ്റ് സ്ഫിറോയിഡ് ആണ്, അതൊരു കർവ്ഡ് ഷേപ്പ് ആണ്. സോ ദ ലെവൽ ലൈൻസ് ആർ always be curved. This is the second point. And the third point regarding plane surveying is plane triangles are formed in the case of plane survey. നമ്മൾ പ്ലെയിൻ സർവേയിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ദ ട്രയാങ്കിൾസ് ഫോംഡ് ഇൻ പ്ലെയിൻ സർവേയിങ് വിൽ ബി പ്ലെയിൻ ട്രയാങ്കിൾസ്. അതായത് ട്രയാങ്കിൾസ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. This is the shape of the triangle. And മൂന്ന് സൈഡും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും ബിക്കോസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇസ് നോട്ട് കൺസിഡർഡ്. അതേസമയം ജിയോഡറ്റിക് ആണെങ്കിലോ അവിടെ എർത്തിൻ്റെ ഷേപ്പിനെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫോം ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കർവ്ഡ് ആയിരിക്കും. സോ സ്ഫെറിക്കൽ ട്രയാങ്കിൾസ് ആർ ഫോംഡ് ഇൻ ദ കേസ് ഓഫ് ജിയോഡറ്റിക് സർവേ. അവിടെ ഉണ്ടാകുന്ന ഷേപ്പ് എങ്ങനെയായിരിക്കും? കർവ്ഡ് ആയിരിക്കും. This is the shape of the triangle. Spherical ആയിരിക്കും. മൂന്ന് സൈഡും കർവ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും വരിക. First shape is like this and then this like, and the third one will be like this. So triangles formed in the case of geodetic survey will be curved. So the triangles are known as spherical triangles. This is the third point. Last and the final point regarding plane surveying is plumb lines are parallel to each other. നമ്മൾ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലം ബോബ് എന്ന് പറയുന്നത്. ഈ പ്ലം ബോബ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയും. സോ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലം ബോബ് എന്ന് പറയുന്നത്. അതിന് അതുമായി റിലേറ്റ് ചെയ്ത് പറയുന്ന ഒരു ലൈനാണ് പ്ലംബ് ലൈൻ. ആ വെർട്ടിക്കാലിറ്റിയിലേക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു ലൈനാണ് പ്ലംബ് ലൈൻ. ഈ പ്ലംബ് ലൈൻ എന്ന് പറയുന്നത് പ്ലെയിൻ സർവേയിങ്ങിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഓൾവേസ് ബി പാരലൽ ടു ഈച്ച് അതർ. കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ എർത്തിൻ്റെ ഷേപ്പിന് എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. സോ നമ്മൾ സർഫസിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ഏതൊരു പോയിന്റിൽ പ്ലം ബോബ് വെച്ചാലും എങ്ങനെയായിരിക്കും? ദ പ്ലം ലൈൻ വിൽ ബി മൂവിങ് ഡൗൺവേർഡ്സ് ലൈക്ക് ദിസ്. താഴേക്കായിരിക്കും മൂവ് ചെയ്യുക. സോ പ്ലം ലൈൻസ് ആർ മൂവിങ് ഡൗൺവേർഡ്സ്. ആൻഡ് നമ്മൾ ഇവിടെ പോയിന്റ് വെച്ചാൽ എന്ത് സംഭവിക്കുന്നു? പ്ലം ലൈൻ ഇങ്ങനെ പോകുന്നു. എവിടെ നമ്മൾ വെച്ചാലും എങ്ങനെയാണ്? The plumb lines are moving like this. So they are parallel to each other. ഇവരെന്താണ്? Parallel to each other ആണ്. So plane surveyingൻ്റെ കേസിൽ plumb lines are parallel to each other. അതേസമയം ജിയോഡറ്റിക് സർവേയുടെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? എർത്തിൻ്റെ ഷേപ്പിനെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയിന്റ് വെച്ചാലും plumb lines intersect at the center of the earth. ഈ പോയിന്റിൽ പ്ലം ബോബ് വെച്ച് കഴിഞ്ഞാൽ ദ പ്ലം ലൈൻ ആക്ട്സ് ഡൗൺവേർഡ്സ്. അതേസമയം ഇവിടെ നമ്മൾ വെച്ചാൽ എന്ത് പറ്റും? ഇവിടെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും പ്ലം ലൈൻ മൂവ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ the plumb line moves like this. So all the lines intersect at a common point or at the center of the earth. This is an important point. Plumb line intersect at the center of the earth. Earth's center ആയിരിക്കും plumb bob എന്ത് ചെയ്യുന്നത്? intersect ചെയ്യുന്നത്. This is also an important point. So these are the 4 points regarding plane survey and geodetic survey. പ്ലെയിൻ സർവേ രണ്ടിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്ലെയിൻ ആൻഡ് ജിയോഡറ്റിക് സർവേ അവർ തമ്മിലുള്ള പോയിന്റ്സ് ആണ് ഇതെല്ലാ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലെയിൻ സർവേയിൻ്റെ കേസിൽ ഷേപ്പ് ഓഫ് ദ എർത്ത് എന്താണ്? എർത്തിൻ്റെ ഷേപ്പിനെ കൺസിഡർ ചെയ്യുന്നില്ല, നോട്ട് കൺസിഡേർഡ്. ജിയോഡറ്റിക് സർവേ എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ സർവേയിങ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു, അതായത് പ്ലെയിൻ ആൻഡ് ജിയോഡറ്റിക് സർവേ. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ എന്തിൻ്റെയോ ഒരു ബേസിസിലായിരിക്കുമല്ലോ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് എന്തിൻ്റെ ബേസിസിലാണെന്ന് ആദ്യം നോക്കാം. ഏരിയയുടെ ബേസിസിലാണ് സർവേ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇഫ് ദ ഏരിയ ടു ബി സർവേഡ് ഇസ് ഗ്രേറ്റർ ദാൻ 260 km/h or 100 square miles, then it will be a geodetic survey. അത് എന്ത് സർവേ ആയിരിക്കും? ജിയോഡറ്റിക് സർവേ ആയിരിക്കും. നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഏരിയ ഒരു വാസ്റ്റ് ഏരിയ ആണ്. 260 km/h കൂടുതൽ ഒരു ഏരിയ ആണ് നമുക്ക് സർവേ ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജിയോഡറ്റിക് സർവേ ആണ്. 260 km² അല്ലെങ്കിലോ 100 square miles. ജിയോഡറ്റിക് സർവേയിങ്ങിൻ്റെ വേറൊരു പേരാണ് ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ എന്നാണ് ജിയോഡറ്റിക് സർവേയുടെ വേറൊരു പേര്. നെക്സ്റ്റ് വൺ,
ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ദ സർവേ ഈസ് കണ്ടക്റ്റഡ് ബൈ സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ഡെറാഡൂൺ. ദിസ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ ആണ് ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡെറാഡൂണിലാണ്. എഗെയിൻ ദ ഏരിയ ഗ്രേറ്റർ ദാൻ 260 കിലോമീറ്റർ സ്ക്വയറിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ജിയോഡറ്റിക് സർവേ. ജിയോഡറ്റിക് സർവേ ആണ് പ്ലെയിൻ സർവേക്കാളും മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വലിയ ഏരിയാസ് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർവേ യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ സർവേയിനേക്കാളും ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആണ് ജിയോഡറ്റിക് സർവേ. നോട്ട് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലെങ്ത് ഓഫ് ആർക്ക് ആൻഡ് കോഡ് 10 സെന്റിമീറ്റർ ഫോർ 18.3 കിലോമീറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു പ്ലെയിൻ സർവേയിങ്ങിൽ എങ്ങനെയാണ് ലൈൻസ് ആർ സ്ട്രെയിറ്റ് ലൈൻ. സോ അത് നമുക്ക് എന്ത് പറയാം? ലെങ്ത് ഓഫ് ആർക്ക്. This is for plane surveying. Plane surveying. And ഇതെന്താണ്? Curved നമ്മൾ പറയുന്നത് എവിടെ ആയിരിക്കും? It is for geodetic survey. Plane surveying and for geodetic surveying. So the difference between the length of the arc, this is the length of the arc, and the chord, this is the chord. ഇവർ തമ്മിൽ ഈ ലെങ്ത് ഓഫ് ദി ആർക്കിനും ഈ കോഡിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ 18.3 കിലോമീറ്റേഴ്സിലും 10 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും ഇവരുടെ ഡിഫറൻസ് ഇൻ ലെങ്ത്. ഇവരുടെ ഡിഫറൻസ് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഓരോ 18.3 കിലോമീറ്റേഴ്സ് എടുക്കുമ്പോഴും 10 സെന്റിമീറ്റർ ആയിരിക്കും ഡിഫറൻസ്. ഇതാണ് ജിയോഡറ്റിക് സർവേയുടെ മെയിൻ ആയിട്ട് പറയാനുള്ള കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. സർവേയിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ. സർവേ നമുക്ക് പല രീതികളിൽ, ഒരു 3 രീതികളിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഫീൽഡ് ഓർ ലൊക്കേഷൻ. നമ്മുടെ ഫീൽഡിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ലൊക്കേഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി വരുന്നത്. അതിനകത്ത് നമ്മൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് ലാൻഡ് സർവേ. ലാൻഡ് സർവേ നമുക്ക് വീണ്ടും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് ടോപ്പോഗ്രഫിക്കൽ സർവേ. പേര് പോലെ തന്നെയാണ് സർവേ വിച്ച് ഇസ് ഡൺ ഫോർ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ ഏരിയാസ്. അതിനെയാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പോണ്ട്, കനാൽ, സ്മോൾ ഹിൽസ്, റോഡ്സ് എക്സെട്ര. അതായത് നമുക്ക് സർവേ ചെയ്യാനുള്ള ഏരിയ അല്ലെങ്കിൽ ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു പോണ്ട് ആയിരിക്കാം, ഒരു കനാൽ ആയിരിക്കാം, സ്മോൾ ഹില്ലായിരിക്കാം. ആ കേസുകളിലെല്ലാം അതൊക്കെ എന്താണ്? ഒന്നൊരു നാച്ചുറൽ ഫീച്ചറാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫീച്ചറാണ്. നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീച്ചറിനെ സർവേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. ഓൾ ദീസ് കംസ് അണ്ടർ ടോപ്പോഗ്രഫിക്കൽ സർവേ. നെക്സ്റ്റ് കാറ്റഗറി ഈസ് കഡാസ്ട്രൽ സർവേ. അതെന്താണ്? യൂസ്ഡ് ടു ഡിറ്റർമൈൻ ബൗണ്ടറീസ്. നമുക്കൊരു ഏരിയ കൺസിഡർ ചെയ്യണം. ആ ഏരിയയുടെ ബൗണ്ടറീസ് എന്താണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് കഡാസ്ട്രൽ സർവേ. നമുക്കൊരു ഏരിയ ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ ബൗണ്ടറി നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. ബൗണ്ടറി ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സർവേ ആണ് കഡാസ്ട്രൽ സർവേ എന്ന് പറയുന്നത്. ഈ കഡാസ്ട്രൽ സർവേക്ക് വേണ്ടി യൂസ് ചെയ്ത ചെയിനിന് പറയുന്ന പേരാണ് റവന്യൂ ചെയിൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളൊരു പോയിന്റ് ആണ്. റവന്യൂ ചെയിൻ ഇസ് യൂസ്ഡ് ഫോർ കഡാസ്ട്രൽ സർവേ. റവന്യൂ ചെയിൻ എന്താണ്, അതിൻ്റെ വാല്യൂസ് എന്താണ്, ഓരോ ലിങ്കിനും എത്ര ആണ് ലെങ്ത് അല്ലെങ്കിൽ വാല്യൂ വരുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയും. സോ റവന്യൂ ചെയിൻ ഈസ് യൂസ്ഡ് ഫോർ കഡാസ്ട്രൽ സർവേ. And also this cadastral survey is used for the determination of boundaries. Boundaries എന്നൊരു പേരുണ്ടെങ്കിൽ this is used for cadastral survey. This is the second category. And the third one is city survey. City survey has the name denotes. This is used to determine construction of street, water supply system, drainage system, etc. ഒരു സിറ്റി ഏരിയയിൽ നമുക്ക് എന്തൊക്കെ സർവേസ് കണ്ടക്ട് ചെയ്യണം? ഒരു പൈപ്പ് ലൈൻ ഇടണമെങ്കിൽ പൈപ്പ് ലൈനിൻ്റെ ലെങ്ത് എങ്ങനെ ആയിരിക്കണം, എത്ര ദൂരം വേണം, ഏത് രീതിയിലായിരിക്കണം തുടങ്ങി കണ്ടക്ട് ചെയ്യുന്ന സർവേസ് ആണ് സിറ്റി സർവേ എന്ന് പറയുന്നത്. അതായത് സിറ്റിയിലേക്ക് ആവശ്യമുള്ള വാട്ടർ സപ്ലൈ സിസ്റ്റം, ഡ്രെയിനേജ് സിസ്റ്റം, സ്ട്രീറ്റ്സ് എങ്ങനെ ആയിരിക്കണം, സ്ട്രീറ്റിൻ്റെ കൺസ്ട്രക്ഷൻസ് എങ്ങനെയാണ്, അവിടുത്തെ സർവേ കണ്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സിറ്റി സർവേ എന്ന് പറയുന്നത്. സോ ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡാസ്ട്രൽ സർവേ ആൻഡ് സിറ്റി സർവേ. Next category is hydrographic survey. As the name indicates, hydro means water,
So as the name indicates, hydrographic survey means to determine large water body. നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് വലിയൊരു വാട്ടർ ബോഡീസ് ആണ്. മീൻ സീ ലെവൽ സർവേ ചെയ്യണം, അല്ലെങ്കിൽ കോസ്റ്റ് ലൈൻ സർവേ കണ്ടക്ട് ചെയ്യണം. ഇതെല്ലാം all these comes under hydrographic survey. And the third one is astronomical survey. Astronomical survey. As the name indicates, astronomical survey means to determine the heavenly bodies. നമ്മുടെ എർത്തിന്റെ സർഫസിന് മുകളിൽ നമ്മുടെ അസ്ട്രോണമിക്കൽ ഏരിയാസിൽ അവിടുത്തെ ഹെവൻലി ബോഡീസിന്റെ സർവേ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു കാറ്റഗറിയാണ് ആസ്ട്രോണമിക്കൽ സർവേ. ദിസ് ഹെൽപ്സ് ടു സ്റ്റഡി ദ ലൊക്കേഷൻ. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ആസ്ട്രോണമിക്കൽ ഹെവൻലി ബോഡീസിന്റെ ലൊക്കേഷൻ, ഓരോ ഹെവൻലി ബോഡീസും ഏതൊരു പോർഷനാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എത്ര ഏരിയാസിലാണ് എന്നുള്ള ലൊക്കേഷനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർവേ ആണ് ആസ്ട്രോണമിക്കൽ സർവേ. പല എക്സാമുകൾക്കും ഓരോ പോയിന്റ്സിലുള്ള മെയിൻ പോയിന്റ്സ് ടു ഡിറ്റർമിൻ ദ ലാർജ് വാട്ടർ ബോഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സർവേ ആയിരിക്കും? ഹൈഡ്രോഗ്രാഫിക് സർവേ. സോ ഓൾ ദീസ് പോയിന്റ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Astronomical survey helps to study the location, and also they are used to obtain absolute position. നമ്മുടെ ഹെവൻലി ബോഡീസിന്റെ അബ്സലൂട്ട് പൊസിഷൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആസ്ട്രോണമിക്കൽ സർവേ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു PSC എക്സാം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. The survey which is used to conduct absolute position of heavenly bodies എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? The answer will be astronomical survey. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി കഴിഞ്ഞു. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ കഴിഞ്ഞു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ സർവേ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ഓഫ് സർവേ. സർവേയിങ്ങിന്റെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സർവേ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതിനകത്തുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എഞ്ചിനീയറിംഗ് സർവേ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എഞ്ചിനീയറിംഗ് സർവേ. ഒരു ഡാം, ഒരു വാട്ടർ സപ്ലൈ, ഒരു സെവറേജ് സിസ്റ്റം, ഇങ്ങനെ പല ഒരു കാറ്റഗറി കൊടുക്കുകയാണ്, നമുക്ക് സർവേ ചെയ്യണം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സർവേ ആണ് എഞ്ചിനീയറിംഗ് സർവേ. ഇതെല്ലാം ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണല്ലോ. സോ ദ എഞ്ചിനീയറിംഗ് സർവേ ഈസ് യൂസ്ഡ് ഫോർ ദ ഡിസൈൻ ഓഫ് ഡാം, വാട്ടർ സപ്ലൈ സിസ്റ്റം, സെവറേജ് സിസ്റ്റം, എക്സെട്ര. Second category is military survey. Military survey, as the name indicates, military survey എന്ന് പറഞ്ഞാൽ എന്തിനാണ്? മിലിറ്ററി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത സർവേ ആണ് മിലിറ്ററി സർവേ എന്ന് പറയുന്നത്. മിലിറ്ററി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത സർവേ ആണ് മിലിറ്ററി സർവേ. ദിസ് പോയിന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Military survey is used to determine points of strategic importance. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോയിന്റ്സിനെയും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർവേ ആണ് മിലിറ്ററി സർവേ. ഇത് പല എക്സാമ്പിൾക്കും ഇതേ സെയിം സെൻറ്റൻസ് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ദ സർവേ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ പോയിന്റ്സ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്നൊരു ടേം കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മിലിറ്ററി സർവേ. ആൻഡ് ദ തേർഡ് കാറ്റഗറി ഇസ് മൈൻ സർവേ. പേര് പോലെ തന്നെയാണ് മൈൻ സർവേ എന്ന് പറയുന്നത് എന്താണ്? യൂസ് ടു എക്സ്പ്ലോർ മൈൻ മിനറൽസ്. അതായത് മിനറൽസ് എവിടെയുണ്ട്, എത്ര രീതിയിലുണ്ട്, എത്ര ഡെപ്തിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാറ്റഗറീസ് എങ്ങനെയാണ്, അങ്ങനെ മിനറൽസിൻ്റെ ഒരു സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർവേ ആണ് മൈൻ സർവേ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ജിയോളജിക്കൽ സർവേ, യൂസ് ടു സ്റ്റഡി എർത്ത്സ് ഡിഫറെൻറ്റ് സ്ട്രാറ്റ. എർത്തിന് താഴെയുള്ള സ്ട്രാറ്റേഴ്സ് ഏതൊക്കെയാണ്, എത്ര സ്ട്രാറ്റേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേ ആണ് ജിയോളജിക്കൽ സർവേ. ജിയോളജിക്കൽ സർവേ ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ എർത്ത്സ് ഡിഫറെൻറ്റ് സ്ട്രാറ്റേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സർവേ ആണ് ജിയോളജിക്കൽ സർവേ. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. And the fifth one is archaeological survey. Archaeological survey is used to determine relics of antiquity. This is also important. ഇതും പല എക്സാമുകൾക്കും ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. relics of antiquity ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മണ്ണിനടിയിൽ അവശിഷ്ടങ്ങൾ, പണ്ടത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല അവശിഷ്ടങ്ങളും കണ്ടുപിടിക്കാൻ, അത് ഡിറ്റർമൈൻ ചെയ്യാനുമുള്ള ഒരു സർവേ ആണ് ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ relics of antiquity. So this is the സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ഓഫ് സർവേ. സർവേയിങ്ങിന്റെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പം മൈനിങ് അല്ലെങ്കിൽ എക്സ്പ്ലോറിംഗ് മിനറൽസ്, relics of antiquity, ഡിറ്റർമൈൻ ദ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, ഇതെല്ലാം എന്താണ്? ഓരോ ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് സർവേ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ പല ഡിവിഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി ഈസ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ്. ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെന്റ്സ് യൂസ്. പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ സർവേയിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ബേസിസിൽ നമുക്ക് സർവേ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് ചെയിൻ സർവേ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ചെയിൻ സർവേയിൽ നമ്മൾ ചെയിൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. സോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെന്റ് യൂസ്, ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ചെയിൻ സർവേ, പ്ലെയിൻ ടേബിൾ സർവേ. ആൻഡ് തേർഡ് വൺ ഈസ് തിയോഡലൈറ്റ് സർവേ.
തിയോഡലൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ടാക്യോമെട്രിക് സർവേ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കോമ്പസ് സർവേ. കോമ്പസ് സർവേയിൽ എന്തായിരിക്കും? കോമ്പസ് ആയിരിക്കും യൂസ് ചെയ്യുക. ദിസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ്. സർവേയിന്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിൽ, വാട്ട് ഈസ് മീൻ ബൈ സ്കെയിൽ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്കെയിലിന് ഒരു ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഫിക്സഡ് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ്. ഒരു ഫിക്സഡ് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ആണ് ഇൻ പ്ലാൻ ടു കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഇൻ ഫീൽഡ്. അതായത് പ്ലാൻ ഉള്ള ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് ഇൻ ഫീൽഡ്. ദിസ് ഇസ് സ്കെയിൽ. നമ്മളൊരു ഫീൽഡിലൊരു സർവേ കണ്ടക്ട് ചെയ്യാണ്. അവിടെ നമ്മൾ എടുത്ത വാല്യൂസിനെ ഡിനോമിനേറ്ററിലും അതായത് നമ്മൾ പേപ്പറിലേക്ക് മാറ്റുമ്പോൾ പ്ലാനിൽ നമ്മൾ വരച്ച ഡിസ്റ്റൻസിന് ന്യൂമറേറ്ററിലും കൊടുക്കുന്നു. ദിസ് ഫിക്സഡ് റേഷ്യോ ഇസ് നോൺ ആസ് സ്കെയിൽ. അത് നമുക്ക് വേറെ ഏത് രീതിയിൽ പറയാം? റേഷ്യോ ഓഫ് ലെങ്ത് ഓൺ പേപ്പർ ടു ആക്ച്വൽ ലെങ്ത്. ആക്ച്വൽ ലെങ്ത്, ലെങ്ത് ഓഫ് പേപ്പർ, ലെങ്ത് ഓൺ പേപ്പർ ടു ആക്ച്വൽ ലെങ്ത്. നമ്മൾ പേപ്പറിൽ വരച്ചിട്ടുള്ളത് നമ്മുടെ പ്ലാൻ, ദാറ്റ്സ് ഓൾസോ പ്ലാൻ. പേപ്പറിൽ നമ്മൾ വരച്ചു the values to the actual length. This is known as scale. This is known as scale. And representation of scale. നമുക്ക് സ്കെയിലിനെ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. പല രീതികളിൽ പല പർപ്പസിനനുസരിച്ച് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ആ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എഞ്ചിനീയർ സ്കെയിൽ. എഞ്ചിനീയർ സ്കെയിലാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ്. 1 centimeter is equal to 10 meter. നമ്മൾ ഫീൽഡിൽ കൺസിഡർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഫീൽഡിൽ സർവേ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പേപ്പറിലേക്ക് മാറ്റിയപ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയത്. അതായത് നമ്മുടെ ഫീൽഡിൽ 10 മീറ്ററിൽ കാണിച്ചിട്ടുള്ള ഒരു ഏരിയ നമുക്ക് 10 മീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പേപ്പറിൽ വരയ്ക്കാൻ പറ്റില്ല. സോ ആ 10 മീറ്ററിന് ഇക്വലന്റ് ആയിട്ടൊരു വാല്യൂ നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്നു. ആൻഡ് ദ വാല്യൂ ഇസ് 1 centimeter. ഇഫ് നമ്മൾ 20 centimeter ആണ് നമ്മൾ ഫീൽഡിൽ വരച്ചതെങ്കിൽ അത് പേപ്പറിലാക്കുമ്പോൾ എത്രയാകും? 2 centimeter ആകും. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എഞ്ചിനീയർ സ്കെയിൽ. പല രീതികളിൽ യൂണിറ്റ്സ് നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് എക്സാമ്പിൾ ഇസ് 1 centimeter is equal to 100 meter. ഒരു കുറച്ചൊരു ലാർജ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലോ 100 മീറ്റർ ആയിരിക്കും നമ്മൾ എടുത്തൊരു ഏരിയ. അല്ലെങ്കിൽ 100 മീറ്ററിന് നമ്മൾ ഇക്വലന്റ് ആയിട്ട് പേപ്പറിൽ വരയ്ക്കുമ്പോൾ 1 centimeter ആയിട്ട് കാണിക്കും. 200 centimeters ആണെങ്കിലോ 2 centimeter ആയിട്ട് പേപ്പറിൽ കാണിക്കും. ദിസ് ഈസ് എഞ്ചിനീയർ സ്കെയിൽ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. Second one is representative fraction. The ratio of map distance to the corresponding ground distance independent of the units of measurement. നമ്മൾ എഞ്ചിനീയർ സ്കെയിൽ അല്ലെങ്കിൽ സ്കെയിലിംഗിൽ പറഞ്ഞ അതേ കാര്യം തന്നെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനിലും പറയുന്നത്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ യൂണിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ യൂണിറ്റ് പറഞ്ഞു, മീറ്റർ ആണ് സെന്റിമീറ്ററിലോട്ട് മാറ്റി. ഇവിടെ എന്താണ്? മീറ്റർ ആണ് സെന്റിമീറ്ററിലേക്ക് മാറ്റി. ഇവിടെ എല്ലാം നമ്മൾ എന്താ യൂണിറ്റ്സ് പറഞ്ഞു. അതേസമയം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ നമ്മൾ യൂണിറ്റ് പറയാറില്ല, റേഷ്യോയുടെ ബേസിലായിരിക്കും പറയുക. ഫോർ എക്സാമ്പിൾ 1:10. അതായത് ഫീൽഡിൽ 10 മീറ്റർ അല്ലെങ്കിൽ 10 centimeter അതായിരിക്കും നമ്മളുടെ പേപ്പറിനകത്തുള്ള 1 എന്ന് പറയുന്നത്. നമ്മൾ ഈക്വൽ ടു ഇട്ട് യൂണിറ്റ്സ് കാണിച്ചതിന് പകരം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? റേഷ്യോയുടെ ടേംസിൽ പറയും. ദിസ് ഇസ് ദ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഇറ്റ് ഇസ് ഷോർട്ട്ലി റിട്ടൺ ആസ് RF. ഇത് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് RF? പല ഓപ്ഷൻസ് കാണും. അതിനകത്തുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ് ദ കറക്റ്റ് ടേം. So RF means representative fraction. This term is also important. സ്കെയിലിലെ മൂന്നാമത്തെ ടൈപ്പാണ് ഗ്രാഫിക്കൽ സർവേ. റെപ്രസെന്റേഷൻ ഓഫ് സ്കെയിലിലെ മൂന്നാമത്തെ പോയിന്റ് ആണ് ഗ്രാഫിക്കൽ സർവേ എന്ന് പറയുന്നത്. ഇത് എവിടെ ആയിരിക്കും കാണുന്നത്? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഗ്രാഫിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു മാപ്പിന് താഴെ, ഒരു ഗ്രാഫിന് താഴെ ആയിരിക്കും നമ്മൾ ഗ്രാഫിക്കൽ സർവേ കാണിച്ചിരിക്കുന്നത്. അതായത് ദിസ് ഇസ് എ മാപ്പ്. ഈ മാപ്പിന് താഴെയായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഫിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത്. ദ സ്കെയിൽ ഇസ് നോൺ ആസ് ഗ്രാഫിക്കൽ സ്കെയിൽ. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്? ഗ്രാഫിക്കൽ സർവേയുടെ യൂസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ബെറ്റർ ആക്യുറസി കിട്ടാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു മാപ്പ് വരച്ചു, അത് നമ്മളൊരു സ്കെയിൽ കൊടുത്തു. കുറച്ച് നാൾ കഴിയുമ്പോൾ പേപ്പേഴ്സ് അല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റും? ചുരുങ്ങിപ്പോവാം. അത് അറ്റ്മോസ്ഫിയറിക് എഫക്ട്സ് കാരണം എന്ത് ചെയ്യാം? പേപ്പർ ചുരുങ്ങിപ്പോവാം. എന്ത് ഒരു ഡിഫക്റ്റ് വേണമെങ്കിലും ആ ഒരു പേപ്പറിന് ഫോം ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഉദ്ദേശിച്ച് വരച്ചിട്ടുള്ള
വാല്യൂസ് ആയിരിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റുന്നത് അതിൽ കാണിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ വാല്യൂസിൽ വ്യത്യാസം വരും. അതേസമയം നമ്മൾ കറക്റ്റായിട്ട് ഒരു സ്കെയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിന് ഷ്രിങ്കേജ് സംഭവിച്ചാൽ പോലും ആ ഷ്രിങ്കേജിനനുസരിച്ചിട്ട് നമ്മുടെ സ്കെയിലും എന്ത് ചെയ്യുന്നുണ്ടാവും, പേപ്പർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഷ്രിങ്ക് ചെയ്യുന്നുണ്ടാവും. സോ എത്ര നാൾ കഴിഞ്ഞിട്ടായാലും നമുക്ക് അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് എപ്പോഴും എടുക്കാൻ പറ്റും. സോ ഫോർ ദ ബെറ്റർ ആക്യുറസി, scale is provided beneath the map and this scale or that is known as graphical scale. This is an example for a graphical scale. മാപ്പിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്കെയിൽ ആണ്. സോ നമുക്ക് എത്ര നാൾ കഴിഞ്ഞിരുന്നാലും സ്കെയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോന്നിൻ്റെ പോയിന്റ്സ് അതിനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഷ്രിങ്കേജ് ഓഫ് മാപ്പ് ഉണ്ടായാൽ പോലും ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ മാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫിക്കൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഷ്രിങ്കേജ് ഫാക്ടറിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷ്രങ്ക് ലെങ്ത്, ഷ്രങ്ക് ചെയ്ത ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. ഷ്രങ്ക് ലെങ്ത് ടു ഒറിജിനൽ ലെങ്തിനാണ് നമ്മൾ ഷ്രിങ്കേജ് ഫാക്ടർ എന്ന് പറയുന്നത്. ഷ്രിങ്കേജ് ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് ഷ്രങ്ക് ലെങ്ത്, ചുരുങ്ങിയ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. പണ്ട് എത്ര ലെങ്ത് ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് ദ ഒറിജിനൽ ലെങ്ത്. സോ ഷ്രങ്ക് സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു ഷ്രിങ്കേജ് ഫാക്ടർ. ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു ഷ്രിങ്കേജ് ഫാക്ടർ ആയിരിക്കും ഷ്രങ്ക് സ്കെയിൽ. ഷ്രങ്ക് സ്കെയിൽ വിൽ ബി ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു ഷ്രിങ്കേജ് ഫാക്ടർ. സോ ദിസ് ഈസ് ദ തേർഡ് കാറ്റഗറി, ഗ്രാഫിക്കൽ സ്കെയിൽ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പോർഷനാണ് ടൈപ്സ് ഓഫ് സ്കെയിൽ. പല ടൈപ്പ് സ്കെയിലുകളുണ്ട്. അത് ഏതൊക്കെയാണ് ടൈപ്പ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ പ്ലെയിൻ സ്കെയിൽ. പ്ലെയിൻ സ്കെയിൽ എന്താണ്? പോസിബിൾ ടു മെഷർ ഓൺലി 2 dimension. നമുക്ക് 2 dimension മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് എക്സാമ്പിളാണ് നമ്മുടെ നോർമൽ സ്കെയിൽ. നമ്മൾ സ്കൂളുകൾക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്കെയിൽ ഉണ്ടല്ലോ, ദാറ്റ് സ്കെയിൽ വിൽ ബി എൻ എക്സാമ്പിൾ ഫോർ പ്ലെയിൻ സ്കെയിൽ. നമുക്ക് അവിടെ എന്തൊക്കെയാണ്, നമുക്ക് സെന്റിമീറ്റേഴ്സും മില്ലിമീറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് 2 dimensions മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ പ്ലെയിൻ സർവേ. അതുപോലെ പ്ലെയിൻ സ്കെയിൽ. സോ അതുപോലെ നമുക്ക് 2 dimensions മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കെയിലിനെയാണ് പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഒന്നുകിൽ മീറ്റേഴ്സും ഡെസിമീറ്റേഴ്സും 2 സ്കെയിൽ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ കിലോമീറ്റേഴ്സ് ആൻഡ് ഹെക്ടോമീറ്റേഴ്സ്, അല്ലെങ്കിലോ സെന്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റേഴ്സ്. അങ്ങനെ സ്കെയിൽസ് 2 ഡയമെൻഷൻസ് മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കെയിലിനെ പറയുന്ന പേരാണ് പ്ലെയിൻ സ്കെയിൽ. എക്സാമ്പിൾ നോർമൽ സ്കെയിൽ. ദെൻ ദ സെക്കൻഡ് കാറ്റഗറി ഈസ് ഡയഗണൽ സ്കെയിൽ. ഡയഗണൽ സ്കെയിൽ എങ്ങനെയാണ്, നമുക്ക് 3 dimensions മെഷർ ചെയ്യാൻ പറ്റും, 3 dimension മെഷർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ ഡയഗണൽ സ്കെയിൽ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, പല എക്സാമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദ സ്കെയിൽ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് 3 dimensions എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഡയഗണൽ സ്കെയിൽ. പോസിബിൾ ടു മെഷർ 3 dimensions. അത് ഏതൊക്കെയായിരിക്കും? കിലോമീറ്റേഴ്സ്, ഹെക്ടോമീറ്റേഴ്സ്, ഡെസിമീറ്റേഴ്സ്. ഇത് 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്കെയിൽ വഴി മെഷർ ചെയ്യാൻ പറ്റും. ചില സ്കെയിലുകളാണെങ്കിൽ നമുക്ക് സെന്റിമീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ്, മീറ്റേഴ്സ്, ഇങ്ങനൊരു കാറ്റഗറി നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതായത് 3 dimension നമുക്ക് ആ ഒറ്റ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ ദ തേർഡ് കാറ്റഗറി ഈസ് വെർനിയർ സ്കെയിൽ. നമ്മൾ +2 ക്ലാസ്സസിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് വെർനിയർ കാലിപ്പർ. അതിനകത്തുള്ള സ്കെയിൽ തന്നെയാണത് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. വെർനിയർ സ്കെയിലിൽ 2 ടൈപ്പ് സ്കെയിലുണ്ട്. ഒരു ഗ്രാജുവേറ്റഡ്, അതായത് ഒരു മെയിൻ സ്കെയിലും ഉണ്ട്, ഒരു വെർനിയർ സ്കെയിലും ഉണ്ട്. ആക്യുറേറ്റ് ആയിട്ട് പോയിന്റ്സിനെ മെഷർ ചെയ്യാനാണ് ഈ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ലാർജ് ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് സബ് ഡിവൈഡ് ചെയ്ത് കുഞ്ഞു പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിന്റ്സിനെ മെഷർ ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് വെർനിയർ സ്കെയിൽ. ഗ്രാജുവേറ്റഡ് സ്കെയിലും ഉണ്ട്, അതായത് മെയിൻ സ്കെയിലും ഉണ്ട്, അതോടൊപ്പം വേറെ എന്തും ഉണ്ട്, വെർനിയർ സ്കെയിലും ഉണ്ട്. ഇത് നമുക്ക് എന്താണ്, ഒരു ചെറിയൊരു പോയിന്റ്സ് ആണെങ്കിൽ പോലും, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ആണെങ്കിൽ പോലും മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ദ വെർനിയർ സ്കെയിൽ, യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഫ്രാക്ഷൻ ഓഫ് ലീസ്റ്റ് ഡയമെൻഷൻ ഓഫ് മെയിൻ സ്കെയിൽ. മെയിൻ സ്കെയിലിനകത്തുള്ള ഒരു ലീസ്റ്റ് ഡയമെൻഷൻ ആണെങ്കിൽ പോലും മെഷർ ചെയ്യാൻ വെർനിയർ സ്കെയിൽ ഹെൽപ്പ് ചെയ്യും. ദിസ് ഈസ് 3 types ഓഫ് സ്കെയിൽസ്. വെർനിയറിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ഗ്രാജുവേഷൻ. നമ്മൾ 2 ടൈപ്പ് സ്കെയിൽ ഉണ്ടെന്ന് പറഞ്ഞു വെർനിയറിന്, മെയിൻ സ്കെയിൽ ആൻഡ് വെർനിയർ സ്കെയിൽ. അതിൻ്റെ ഗ്രാജുവേഷന് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് 2 വെർനിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് സിംഗിൾ വെർനിയർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡയഗണൽ ഡബിൾ വെർനിയർ. സിംഗിൾ വെർനിയറും ഉണ്ട്, ഡബിൾ വെർനിയറും ഉണ്ട്. സിംഗിൾ വെർനിയർ ആണെങ്കിൽ എങ്ങനെയാണ്, മെയിൻ സ്കെയിലിന്റെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഡയറക്ഷനിലായിരിക്കും, ഒരേ ഡയറക്ഷനിലായിരിക്കും ഗ്രാജുവേഷൻസ് മൂവ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഡബിൾ വെർനിയർ ആണെങ്കിലോ ഒരെണ്ണം ഒരു ഡയറക്ഷനിലേക്കും മറ്റത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും. അത് 2 ഡയറക്ഷനിലും എന്തുണ്ടാവും,
മെയിൻ സ്കെയിൽ ഗ്രാജുവേഷനും ഉണ്ടാകും. രണ്ട് സൈഡിലേക്കും ഗ്രാജുവേഷൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഡബിൾ വെർനിയർ. സിംഗിൾ ഡയറക്ഷനിലേക്ക് മാത്രമേ ഗ്രാജുവേഷൻസ് ഉള്ളൂ എങ്കിൽ അത് സിംഗിൾ വെർനിയറും ആയിരിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് സ്കെയിൽ ഓഫ് കോഡ്സ് അല്ലെങ്കിൽ കോഡ് സ്കെയിൽ. ഈ രണ്ട് പേരും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. സ്കെയിൽ ഓഫ് കോഡ്സ് ഇസ് ഓൾസോ നോൺ അല്ലെങ്കിൽ വേറൊരു പേര് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സ്കെയിൽ ഓഫ് കോഡ്സിന്റെ വേറൊരു പേരാണ് കോഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സ്കെയിലാണ് സ്കെയിൽ ഓഫ് കോഡ്സ്. നമുക്ക് ഡയമെൻഷൻസ് വേറെ ഒരു ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓൺലി ആംഗിൾസ് ക്യാൻ ബി മെഷേർഡ്. ദാറ്റ് ഇസ് ദ സ്കെയിൽ ഓഫ് കോഡ്സ് അല്ലെങ്കിൽ കോഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്കെയിലിൽ ഒരു 3 കാറ്റഗറി വേറെയുണ്ട്. അതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന 3 റെഡ്യൂസ്ഡ് സ്കെയിൽ, എൻലാർജ്ഡ് സ്കെയിൽ ആൻഡ് ഫുൾ സൈസ് സ്കെയിൽ. റെഡ്യൂസ്ഡ് സ്കെയിലാണ് നമ്മൾ കോമൺ ആയിട്ട് എഞ്ചിനീയറിംഗ് പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. റെഡ്യൂസ്ഡ് സ്കെയിൽ നമ്മൾ ഫീൽഡിൽ ലാർജ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഡയമെൻഷനെ നമ്മുടെ പേപ്പറിലേക്ക് റെഡ്യൂസ് ചെയ്ത് വരയ്ക്കുന്നു. ദാറ്റ് ഈസ് ദ റെഡ്യൂസ്ഡ് സ്കെയിൽ. അതിന് എക്സാമ്പിൾ ആണ് 1:10. നമ്മുടെ ഫീൽഡിൽ 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ എന്ന് കണ്ട ഒരു സാധനത്തിനെ നമ്മുടെ പേപ്പറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്തിട്ട് 1 സെന്റിമീറ്റർ ആക്കി വരയ്ക്കുന്നു. അതിനെയാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്കെയിലാണ്. സെക്കൻഡ് വൺ ഇസ് എൻലാർജ്ഡ് സ്കെയിൽ. എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് സ്കെയിലിന് നേരെ ഓപ്പോസിറ്റ്. ഫീൽഡിൽ നമുക്ക് 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആയിട്ട് ഉള്ള ഒരു സാധനം, ഒരു സംഭവത്തിനെ നമ്മൾ പേപ്പറിലേക്ക് ഡിനോട്ട് ചെയ്യുമ്പോൾ 10 ടൈംസ്, ഈ 1ന്റെ 10 ടൈംസ് ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എൻലാർജ്ഡ് സ്കെയിൽ. നമ്മൾ വലുതാക്കി കാണിക്കുന്നു. ഫീൽഡിൽ നമുക്ക് കുഞ്ഞു വാല്യൂ ആയിരിക്കും കിട്ടിയത്, പക്ഷെ നമുക്ക് പേപ്പറിലേക്ക് വരയ്ക്കുമ്പോൾ എൻലാർജ് ചെയ്ത് വരയ്ക്കണം. സോ ദാറ്റ് ഈസ് എൻലാർജ്ഡ് സ്കെയിൽ. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഫുൾ സൈസ് സ്കെയിൽ. അസ് നെയിം ഇൻഡിക്കേറ്റ്സ്, നമുക്ക് ഫീൽഡിൽ എത്രയാണോ കിട്ടുന്നത് അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേപ്പറിൽ അതേപോലെ വരയ്ക്കുന്നുണ്ട്. 1 സെന്റിമീറ്റർ ആണെങ്കിൽ പേപ്പറിനകത്ത് 1 സെന്റിമീറ്റർ തന്നെയാണ്. സോ ദിസ് ഈസ് ദ 3 കാറ്റഗറീസ്: റെഡ്യൂസ്ഡ് സ്കെയിൽ, എൻലാർജ്ഡ് സ്കെയിൽ ആൻഡ് ഫുൾ സൈസ് സ്കെയിൽ. വെർനിയർ സ്കെയിലിനെ പറ്റി നമ്മൾ പറഞ്ഞു. വെർനിയർ സ്കെയിലിൽ എങ്ങനെയാണ്? മെയിൻ സ്കെയിലും ഉണ്ട്, അതേപോലെ വെർനിയർ സ്കെയിലും ഉണ്ട്. അതിനൊരു 2 ടൈപ്പ് ഉണ്ട്. ആ 2 ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് വെർനിയർ സ്കെയിലിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് ഡയറക്റ്റ് വെർനിയർ. ഡയറക്റ്റ് വെർനിയർ. ഫസ്റ്റ് വൺ ഡയറക്റ്റ് വെർനിയർ. ഡയറക്റ്റ് വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.002 mm ആണ്. ഇത് എക്സാമുകൾക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ ഓർ ഡയറക്റ്റ് വെർനിയർ എന്ന് പറയുന്നത് 0.02 mm ആണ്. ഇതിനെന്താണ്? 50 ഡിവിഷൻസ് ഉണ്ട്. ഡയറക്റ്റ് വെർനിയറിന് 50 ഡിവിഷൻസ് ഉണ്ട്. ഒരു വെർനിയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 50 ഡിവിഷൻസ് ഉണ്ട്. ഇനി n വെർനിയർ ഡിവിഷൻ എന്ന് പറയുന്നത് n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണ്. ദിസ് ഈസ് എ ഫിഗർ ഷോയിങ് ഡയറക്റ്റ് വെർനിയർ. ഇതിനകത്ത് ദിസ് ഈസ് ദ മെയിൻ സ്കെയിൽ ആൻഡ് ദിസ് ഈസ് ദ വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിനേക്കാളും 1 പോയിന്റ് കൂടുതലായിരിക്കും താഴെ. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഇവിടെ എത്ര ഡിവിഷൻസ് ഉണ്ട്? 10 ഡിവിഷൻസ് ഉണ്ട്. ദിസ് ഈസ് വെർനിയർ ആൻഡ് ദിസ് എത്ര ഡിവിഷൻ ഉണ്ട്? 9 ഡിവിഷൻ ഉണ്ട്. അതേസമയം മെയിൻ സ്കെയിൽ ആണെങ്കിലോ ഇവിടെ 1 2 3 4 5 6 7 8 9 ഡിവിഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് മെയിൻ സ്കെയിലിൽ n ഡിവിഷൻസ് ആണെങ്കിൽ മെയിൻ സ്കെയിലിൽ n-1 ഡിവിഷൻസ് ആണെങ്കിൽ വെർനിയറിൽ എത്രയായിരിക്കും? n ഡിവിഷൻസ് ആയിരിക്കും. ഇവിടെ വെർനിയറിൽ 10 ഡിവിഷൻസ് ഉണ്ട്, മെയിൻ സ്കെയിലിൽ 10-1 9 ഡിവിഷൻസേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് വെർനിയറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വെർനിയർ സ്കെയിലിൽ n ഡിവിഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. അത് ലാസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ എങ്ങനെയാണ്? വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. It's an important point. And Vernier and main scale divisions are in same direction. Vernier same direction, main scale same direction. Both are in same direction. Vernier division എന്ന് പറയുന്നതാണ് മെയിൻ സ്കെയിൽ ഡിവിഷനേക്കാളും സ്മോളർ ആണ്. വെർനിയർ ഡിവിഷൻ എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ ഡിവിഷനേക്കാളും സ്മോളർ ആണ്. ദിസ് ഇസ് ഡയറക്റ്റ് വെർനിയർ. And the second one is indirect vernier. Direct vernier നമ്മൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് indirect vernier പറയുന്നത്. ഇവിടെയും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.002 mm ആണ്. ഇനി ഇവിടെ n വെർനിയർ എന്ന് പറഞ്ഞാൽ n+1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡയറക്റ്റ് വെർനിയർ പറഞ്ഞപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു? n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആയിരുന്നു. ഇൻഡയറക്റ്റ് ആണെങ്കിലോ ഇവിടെ n+1
സ്കെയിൽ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആണ്. ഇനി ഇവിടെ വെർനിയറും മെയിൻ സ്കെയിലും ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ്. ഒന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഡിവിഷൻസ് മറ്റൊന്നിൻ്റെ ഡയറക്ഷൻ വിൽ ബി ലെഫ്റ്റ് വേർഡ്. സോ വെർനിയർ ആൻഡ് മെയിൻ സ്കെയിൽ ആർ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഇവിടെ വെർനിയറിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ ഡിവിഷനേക്കാളും ഗ്രേറ്റർ ആണ്. അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? സ്മോളർ ആണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയും വെർനിയർ ഡിവിഷൻ എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ ഡിവിഷനേക്കാളും ഗ്രേറ്റർ ആണ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് റിഗാർഡിംഗ് ഇൻഡയറക്റ്റ് വെർനിയർ. ഇനി ലീസ്റ്റ് കൗണ്ട് നമ്മൾ പറഞ്ഞു 0.002 mm ആണെന്ന് പറഞ്ഞു. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളസ്റ്റ് മെയിൻ സ്കെയിൽ ആൻഡ് സ്മോളസ്റ്റ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. നമ്മളൊരു വെർനിയർ സ്കെയിലിന്റെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്മോളസ്റ്റ് ഡിവിഷനും മെയിൻ സ്കെയിലിന്റെ സ്മോളസ്റ്റ് ഡിവിഷൻ തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. ആൻഡ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ വെർനിയർ സ്കെയിൽ വിൽ ബി 0.002 mm.